വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഒന്നാമതായി അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗം. ആ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് UDF-ന്റെ MLA-മാർ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ നയത്തെക്കുറിച്ചോ പ്രഖ്യാപനത്തെക്കുറിച്ചല്ല അവർ വാചാലമായത്. അവർ ഇടതുപക്ഷത്തിൻ്റെ പരാജയം, വിശേഷ CPM-ന്റെ പരാജയം, ഇനി ഒരിക്കലും CPM തിരിച്ചു വരില്ല, കോൺഗ്രസിലെ കാലാകാലം ഇവിടെ ഭരണം തുടർച്ചയുണ്ടാകും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് UDF-ന്റെ MLA-മാർ നിയമസഭക്കകത്ത് നടത്തിയത്. അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ ആളുകളോട് ചെറിയ ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ സമയം ഉദ്ദേശിക്കുന്നത്. 2004 UPA സഖ്യം, ആ UPA സഖ്യം അധികാരത്തിൽ വരുമ്പോൾ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്നുള്ള 20 പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു MP-മാർ പോലും ഉണ്ടായിരുന്നില്ല. 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ആകെ UDF വിജയിച്ചത് പൊന്നാനിയിലെ അഹമ്മദ് സാഹിബ് മാത്രമാണ്. മറ്റ് മൂവാറ്റുപുഴയിൽ ഒരു NDA സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിന്റെ. ബാക്കി 18 മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുപക്ഷമാണ്. അതുപോലെ തന്നെ ബംഗാളിലും കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് മഹാഭൂരിപക്ഷം ബംഗാളിലെ പാർലമെന്റ് സീറ്റും വിജയിച്ചത് ഇടതുമുന്നണിയാണ്. ത്രിപുരയിലെ 2 സീറ്റ് മറ്റെവിടുന്നെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ CPM-ന് 42 മൊത്തം ഇടതുപക്ഷത്തിന് 62 MP-മാരുടെ പിന്തുണ കൊണ്ടാണ് മൻമോഹൻ സിംഗ് ഒന്നാം UPA സർക്കാർ രൂപീകരിക്കുന്നത്. അന്ന് കേരളത്തിൽ നിന്നും കോൺഗ്രസിന് ഒരൊറ്റ MP-മാരുണ്ടായിരുന്നില്ല. അങ്ങനെ പരാജയപ്പെട്ട കോൺഗ്രസ് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കിയോ? 10 വർഷം തുടർ ഭരണമായിട്ട് ഇടതുപക്ഷവും പിണറായി വിജയൻ ഈ നാട് ഭരിച്ചപ്പോൾ കോൺഗ്രസ് ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടോ? ഇല്ലല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെട്ട പിന്നെ കണ്ടിന്യൂ ആയിട്ട് പരാജയപ്പെട്ടു കൊണ്ടുപോകാണ്. അവിടെ BJP അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുന്നില്ല. പക്ഷെ കേരളത്തിലെ ഇടതുപക്ഷം ശക്തമായി നിന്നതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ പരാജയപ്പെട്ട ഇടതുപക്ഷം വിജയിക്കും, ഇടതുപക്ഷം പരാജയപ്പെട്ട കോൺഗ്രസ് വിജയിക്കണം. ആ ഒരു സാഹചര്യത്തിലാണ് ഇക്കണ്ട കാലം അത്രയും നീങ്ങിപ്പോയത്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. കേരളത്തിലെ 3 സീറ്റ് BJP സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. 15 വർഷം മുന്നേ ബംഗാളിലെ 3 സീറ്റ് മാത്രമായിരുന്നു BJP വിജയിച്ചത്. ഇന്ന് ആ ബംഗാൾ ഭരണത്തിലേക്ക് BJP എത്തിയിട്ടുണ്ട്. 15 വർഷങ്ങൾക്ക് മുന്നേ CPM-നെ അടിച്ചൊതുക്കാൻ വേണ്ടി എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിച്ചു. അവിടെ കർഷകരൊക്കെ പോലീസ് വന്ന് വെടിവെച്ചു എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണം വന്നു. വെടിവെപ്പ് നടന്നു. പിന്നെ ആ വെടിവെപ്പൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഈ അടുത്ത കാലത്ത് മമതാ ബാനർജിയെ കൂടെ നിന്ന ആൾ തെറ്റിപ്പോയപ്പോൾ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. ആരാണത് ആസൂത്രണം ചെയ്തത്? പോലീസിന്റെ വേഷം ധരിച്ചുകൊണ്ട് കർഷകരെ വെടിവെച്ചു കൊന്നത് അവിടുത്തെ ഗവൺമെന്റ്, അന്നത്തെ LDF ഗവൺമെന്റിന്റെ പോലീസല്ല എന്നുള്ളത്. പക്ഷെ 15 വർഷം അവിടെ മമത ഭരണം നടത്തി. ഇപ്പം മമതയുടെ ഭരണം പോയപ്പോൾ മമത പറയാണ് CPM-ഉം തീവ്രമായിട്ടുള്ള ലെഫ്റ്റുകളൊക്കെ ഒന്നിക്കണം, നമ്മൾ ഒന്നിക്കണം, BJP-യാണ് ശത്രു എന്ന്. അപ്പോൾ 15 വർഷം മുന്നേ CPM-നെ അടിച്ചൊതുക്കിയ മമതക്ക് തന്നെ ബോധ്യമായി CPM-ആണ് നല്ലത് എന്ന്. കേരളത്തിലും ഇപ്പോൾ CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ വിഭാഗം ഒത്തുകൂടിയല്ലോ. നിങ്ങൾക്കും വിദൂരമല്ലാണ്ട് CPM-നെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ തന്നെ ഭരണം വന്നിട്ട് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്? നേരത്തെ ആരോ പറഞ്ഞതുപോലെ കേരളത്തിലെ BJP-യുടെ മുഖ്യമന്ത്രി BJP-യുടെ ഭരണമൊന്നും വേണ്ട, RSS-ന്റെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന് പ്രാപ്തനായിട്ടുള്ള ആള് കോൺഗ്രസ് തന്നെ ഉണ്ടെന്ന് മനസ്സിലായില്ലപ്പോൾ. ഓരോ ദിവസം വരുന്ന വാർത്തകൾ എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് 10 വർഷം മൻമോഹൻ സിംഗ് ഭരണം നടത്തി. ആ ഭരണം നടത്തിയിട്ട് പിന്നെ കോൺഗ്രസിന് ഇന്ത്യൻ പാർലമെന്റിൽ 543 ഒരു തക്ക പ്രതിപക്ഷമാവാൻ പോലുമുള്ള MP-മാരുടെ അംഗസംഖ്യ ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ 5-ൽ 4-ഉം 4-ൽ 3-ഒക്കെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന പാർട്ടിയല്ലേ. പിന്നെ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞിരിക്കാൻ പോലുള്ള അംഗസംഖ്യ ഇല്ലാതെ വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും കോൺഗ്രസ് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒലിച്ചു പോയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പരാജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ വല്ലാതെ ആളാകേണ്ട കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു തെറ്റുപറ്റി. എന്താണ് തെറ്റ്? ഒരു ഭരണം എന്ന് പറഞ്ഞാൽ ആ ഭരണത്തിന് ഏൽപ്പിക്കുന്ന ആളുകൾ ജനക്ഷേമവും വികസന പ്രവർത്തനങ്ങളും സമാധാനവും ഒക്കെ തരുന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരാളെ നമ്മൾ മാറ്റി പിടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തവരൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് മാറ്റം എന്താണെന്നൊക്കെ നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷവും CPM ഒക്കെ ഇനിയും കേരളത്തിൽ തിരിച്ചു വരും. അത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഓക്കെ.